ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിത് രാവിലെ തന്നെ എണീച്ചിട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ നമ്മൾ രാവിലെ അല്ലല്ലോ എണീച്ചത്. 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എണീച്ച് വന്നപ്പോൾ തന്നെ നല്ല വിശപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പല്ലേക്കാനാണ് പോയത്. രാവിലെ തന്നെ എണീച്ചിട്ട് നമുക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല. കോളേജിലും പോകാനില്ല, ക്ലാസ്സിലും പോകാനില്ല, പണിക്കും പോകാനില്ല. കാരണം നമ്മളിപ്പോൾ ലീവിന് വേണ്ടി വന്നേക്കാണല്ലോ. ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് അങ്ങോട്ട് പോകേണ്ട കാര്യമുള്ളൂ. പല്ല് തേക്കണേൻ്റെ ഇടയിൽ രാധമായ അവിടെ നിന്ന് ക്ലീൻ ചെയ്യേണ്ടായിരുന്നു. രാധമായനോടും കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് നമ്മൾ നേരെ ചപ്പാത്തിയും ബീഫ് കറിയൊക്കെ കഴിക്കാനാണ് പോയത്. അമ്മ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ജോലിക്ക് പോയത്. എൻ്റെ പണ്ട് തൊട്ടുള്ള ഒരു സ്വഭാവമാണ് ഉപ്പും മുളകും വെച്ചിട്ട് അതിൻ്റെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കണത്. അതിപ്പോഴും മാറിയിട്ടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു പാപ്പൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് മിഠായും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. വിളിച്ച് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പപ്പടവും വറുത്ത് ബീഫും ചോറും പപ്പടവും കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. വയറ് നിറച്ച് കഴിച്ചു. നമുക്കിപ്പോൾ വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഫുഡടി തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ദിയെ ഞാനും അശ്വതി ചേച്ചി നന്ദും കൂടിയാണ് പാടത്തേക്ക് പോയത്. ആദ്യം നമ്മളിവിടെ ഉണ്ടായിരുന്ന സമയത്ത് പാടത്ത് തന്നെയായിരുന്നു. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പോവും. തണലൊക്കെ ആറി കഴിയുമ്പോൾ പോകാനാണ് കുറച്ചുകൂടി രസം. കുറച്ച് നേരം പാടത്തേക്കൂടെ നടന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ആ കാണുന്ന ബാക്കിൽ കാണുന്ന സ്ഥലമല്ലേ, അവിടേക്ക് നടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ താമരയൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ്. കുറച്ച് നേരമൊക്കെ നമ്മൾ അതിൽ കൂടെ ഒക്കെ നടന്നു. നമുക്കിപ്പോൾ വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് പണി. വെയിലൊന്നും നമുക്ക് ബാധിക്കണ പ്രശ്നമല്ല. അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരം ആയപ്പോഴേക്കും പോയത്. അമ്മ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ബജ്ജി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.